അവനെ കൊന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ഓ എന്റെ പൊന്നേ, എന്റെ തല. എടാ നീ ഇത്ര നാളായിട്ട് നീ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലയോ? ഞാനാണ് ഏറ്റവും കൂടുതൽ കാർ ഇവിടെ കൊണ്ട് തന്നേക്കുന്നത്. എന്നിട്ട് ഇവനെ എംപ്ലോയി ഓഫ് ദ മന്ത് എങ്ങനെ ആക്കി? അയ്യോ എന്റെ പൊന്നി ചേട്ടാ, എന്നെ ഇടിക്കല്ലേ. പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ പോലീസ് പൊക്കും ഉറപ്പ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. മാറിയിട്ട് പാടില്ല, ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറിയിട്ട് പോവാം. ഇത് വലിയ കുഴപ്പമില്ല, പുറത്ത് തണുപ്പില്ലല്ലോ. അപ്പം ഇത് മതി. കൊള്ളാം, ഇത് കൊള്ളാം. എന്റെ കളറിന് മാച്ച് ചെയ്യുന്നുണ്ട്. ഒരു തൊപ്പിയും കൂടെ ആയാലോ? ഇത് സ്റ്റൈലായിട്ടുണ്ട്. മതി മതി മതി, ഇത് മതി. ഓക്കെ, അടിപൊളി. ഈ ഷൂവും കൂടെ ഒന്ന് മാറ്റാം. എന്റെ കയ്യിലാണ് വലിയ കളക്ഷൻസും ഇല്ല. ഈ തള്ള എന്ത് കിടക്കണം ഉരുളുന്ന. പോയേക്കാം, ഇവിടെ നിന്നെങ്കിൽ വട്ട് പിടിക്കും. എന്റെ കാറെന്തേ? വാ, ശരി എന്നാ വണ്ടി കയറാം. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. ആദ്യം തന്നെ ആളുകളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇവനെന്തിനാ വിളിക്കുന്നേ? പോയേക്കാം. അവന്റെ ആവശ്യത്തിന് വിളിച്ചല്ലേ, ചെന്നില്ലാന്ന് വേണ്ട. വഴിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. അയ്യോ, പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ പോലീസ് പൊക്കും ഉറപ്പ്. എനിക്ക് ഈ സിഗ്നൽ പോസ്റ്റുള്ള തീരെ ചേരത്തില്ലാന്ന് തോന്നുന്നു. മറ്റവൻ ഈ വണ്ടിയും കൂടെ കൊളാക്കി എന്നെ കൊല്ലും. അയ്യോ എന്റെ പൊന്നി ചേട്ടാ, എന്നെ ഇടിക്കല്ലേ. പുതിയ ഡ്രൈവറാ. ഒരു കണക്കിന് എത്തി. ഈ വണ്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവനോട് ചോദിക്കാം, ഇന്നലെ നന്നാക്കാൻ കൊടുത്ത വണ്ടി എന്തിയാണ്? അവനത് നശിപ്പിച്ചു കാണോ? മതിയടാ സൂചിപ്പിച്ചത്. വണ്ടി എന്തി കൊഞ്ചിക്കൊണ്ടിരിക്കാതെ വണ്ടി എടുത്തതാ. ഞാൻ എംപ്ലോയി ഓഫ് ദ മന്തോ? ഇവിടെ പണി പോലും എടുത്തിട്ടില്ലാത്ത എന്നെ ഇവൻ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കി. ഇവന്റെ ഉദ്ദേശം വേറെന്തോ ആണ്. എന്തിനാ നീ എന്നെ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കിയത്? കാർ ഓരോരുത്തരും നശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് പണിയാൻ തരുന്നത് കൊണ്ടല്ലേ? ഞാനിനി കൂടുതൽ കാറ് നിനക്ക് നശിപ്പിച്ചു കൊണ്ട് തരണോ? എനിക്ക് പറ്റത്തില്ല. അതാ അവൻ വന്നു. ഇനി ഇവന്റെ ചോർച്ചയിൽ ഞാൻ സഹിക്കണമല്ലോ. ഹായ് 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 ഹായ്. എന്റെ കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ കാറിന് ശരിയാക്കിയിട്ടുണ്ടോ? ഇവരെ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കിയോ? എന്തിനു? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇയാള് തന്നെ ആക്കിയതാ. എന്റെ കാർ നശിപ്പിച്ചതിനാണോ ഇവരെ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കിയത്? ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കിതിനോടൊന്നും താല്പര്യമില്ലെന്നേ. ഇത് ശരിയാവത്തില്ല കേട്ടോ, ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ കാർ ഇവിടെ കൊണ്ട് തന്നേക്കുന്നത്. എന്നിട്ട് ഇവനെ എംപ്ലോയി ഓഫ് ദ മന്ത് എങ്ങനെ ആക്കി? അതും പോരാഞ്ഞിട്ട് അവന്റെ ഒരു കൂടെ ഫോട്ടോയും. ഇത് കൂടുതലായിട്ട് കാർ നശിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പണി കിട്ടുന്നുണ്ട്. എന്തുവായാലും കൊള്ളാം, എന്റെ കാറാ നശിപ്പിച്ചത്. എന്റെ കാർ എങ്ങനെയുണ്ട്? ആദ്യം എന്റെ കാറ് കാണിയില്ലേ? ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? എന്റെ കാറ് കാണിയില്ല, എനിക്ക് നിന്ന് സംസാരിക്കാൻ സമയമില്ല. എന്റെ കാറ് കാണിക്കാൻ പറഞ്ഞു. എന്റെ കാർ എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യം കാണട്ടെ. നീ എന്തോടെ എന്നെ ആക്കുവാണോ? നീ കുളിച്ചോടാ. ഇന്നലത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചായിരുന്നു. എടാ നീ എവിടെ പോവാ? എന്റെ കാറ് കാണാൻ പറഞ്ഞത്. എനിക്ക് ഈ കാറ് മതി, എനിക്ക് വേറെ കാറിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോവാ. എന്തോ ഇത്? നീ എന്നെ വണ്ടിയിൽ ഇരുന്ന് ചൊറിയരുത് കേട്ടോ. നീ ഇഷ്ടമല്ലാത്ത കാര്യം അത്. അടി ഉണ്ടാക്കാനാണെങ്കിൽ നീ ഇപ്പൊ ഇറങ്ങിക്കോ ഇവിടുന്ന്. എന്നോട് സംസാരിക്കാൻ ഞാൻ ആളല്ല. നീ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കിയത് എന്റെ കുഴപ്പമല്ല. ആ പൊട്ടൻ എന്താ എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കാറ് കാണാൻ നീ നിന്നില്ലല്ലോ. എടാ നീ ഇത്ര നാളായിട്ട് നീ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലയോ? എന്റെ അമ്മച്ചി, പെടലി ഒടിഞ്ഞേനെ. എന്റെ ഒടിഞ്ഞേനല്ല, എന്റെ ഒടിഞ്ഞു. മര്യാദക്ക് നീ മാപ്പ് നോക്കി വണ്ടി ഓടിയില്ലേ? അവളെ കൊന്നു. ഇനി അതിനും കൂടെ ഞാൻ പൈസ ചെലവാക്കാം. പോലീസ് ഇപ്പൊ വരുമായിരിക്കും. എന്നാ നിന്നെ പിടിച്ചോണ്ട് പോട്ടെ, ഞാൻ സേഫ് ആവും. ഒരു ദിവസം വണ്ടി എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അയ്യോ എന്ത് പാടാ നീ കാണിക്കുന്നത്? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, നീ ഇറങ്ങി, ഞാൻ ഓടിക്കാം. വണ്ടി ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല, നിന്നെ ഞാൻ ശരിയാക്കും. നിന്നെ ഫ്രണ്ടായിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. അവൻ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കിയിരിക്കുന്നു. വണ്ടി ഇടിച്ചു പൊളിച്ച് കൊണ്ടുപോകുന്നോണ്ടാണ് എംപ്ലോയി ഓഫ് ദ മന്ത്. മതിയടാ, ചിലക്കാതെ നീ നിർത്ത്. അയ്യോ വണ്ടി എടുത്ത് മാറ്റടാ, റോഡിൽ കൂടെ ആണോടാ വണ്ടി ഓടിക്കുന്നത്? നമ്മൾ എത്താറായി. നിന്റെ കച്ചറ സ്വഭാവം ഒന്നും അവിടെ ചെന്ന് എടുക്കരുത്. ആരാടാ കച്ചറ ഉണ്ടാക്കുന്നത്, ഞാനോ നീയോ? ഞാനിപ്പോ ഡീസന്റ് ആയി. കണ്ടു. ആ ബൈക്കുകാരൻ ഈ ജീവനോടുണ്ടോ ആവോ? അവന്റെ ഒരു ഡീസൻസി. എത്തില്ല, മനുഷ്യനെ ഇടിക്കല്ലേ.
ഇവനെ എനിക്ക് സഹിക്കാൻ വയ്യ. ഓ എന്റെ കാറ് വലിയ കുഴപ്പമൊന്നുമില്ല. വാ അകത്ത് പോയി നോക്കാം ഇനി അതെന്തുവാണോ. ചാടി ഇറങ്ങടാ. അവനെയാണോ നമ്മള് നോക്കേണ്ടത്? ഞാനൊക്കെ വരുന്നല്ലോ. അവനെന്താ സോംബിനെ പോലൊക്കെ നിക്കുന്നേ? സോംബിയാടാ അവൻ. രണ്ടെണ്ണം കൊടുത്തിട്ട് വന്നല്ലോ. വേറെന്തോ ഡ്രഗ്സ് എന്തോ അടിച്ചിട്ട് നിക്കുക. മൈൻഡ് ഉണ്ട്, നമുക്ക് പോയേക്കാം. എടാ വഴി മാറടാ, കാറ് വരുന്നടാ. ഇനി ഇത് നടക്കാനും ഒരുപാടുണ്ടോ? ഉണ്ടോ? നിന്നെ അവൻ നോക്കിയതുണ്ടോ? എനിക്കറിയത്തില്ല എങ്ങോട്ടാണ്. നമുക്ക് പോവാം. വഴി കറക്റ്റായിട്ട് പറഞ്ഞു തരണേ, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ ചെല്ലും. നിന്നെ അല്ലേ കൂടിന് കൂട്ടിയത് തന്നെ. ഇതെന്താ ഇത്? എനിക്ക് വലിയ പിടിയൊന്നുമില്ല. വാ നമുക്ക് പോയി നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ. ഇത് എവിടെ എത്തി നമ്മള്? എടാ നീ വിഷമിക്കാതടാ, നീ എന്റെ കൂടെ വാടാ. നിന്നോട് നീ എന്തുവാടാ കാണിക്കുന്നേ? ഓ ഇതിനകത്തുണ്ട് സംഭവം. തുറക്കടാ, കേറി വാ നമുക്ക് നോക്കാം. ഇതിലൊന്നും ഒന്നുമില്ലല്ലോ. നോക്കാം, നീ ടെൻഷൻ ആവാതെ. എടാ കൊറേ എണ്ണം വന്നിട്ടുണ്ടടാ. എടാ കാറിൽ ഇരുന്നവന്മാരാടാ. ഓ നീ എന്തിനാടാ പറഞ്ഞ ഉടനെ അവന്മാരെ വെടി വെച്ചത്? പിന്നെന്താ അവന്മാർ ഇടി കൊള്ളണമായിരുന്നു. എനിക്ക് ഇടി കൊള്ളാനൊന്നും വയ്യ. നീ എന്റെ പുറകെ വാ, നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. ഈ തോക്കും കൂടെ എടുത്തേക്കാം, എങ്ങാനും വന്നാലോ. എടാ തോക്കെടുക്കടാ. ഞാനൊന്ന് നോക്കട്ടെ. എടാ പെട്ടെന്ന്. ഓ ഓക്കെ, നീ പെട്ടെന്ന് വാ. അയ്യോ എനിക്ക് പേടി കൊള്ളുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. എനിക്കിതൊന്നും ഉപയോഗിച്ച് ശീലമില്ല. നിനക്ക് പിന്നെ എന്ത് ഉപയോഗിച്ച് ശീലമുള്ളത്? കാർ ഓടിക്കാറിയില്ല. ട്രാപ്പായിരുന്നു. എന്നാ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എനിക്കറിയാവോ? നീ തോക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടാണല്ലോ വന്നത്. ഞാൻ അറിഞ്ഞു. എന്റെ എപ്പോഴും തോക്ക് കാണും. എനിക്കറിയത്തില്ലേ അത്? എനിക്കാന്ന് തോക്കിന് ലൈസൻസ് പോലും ഇല്ല. അടിപൊളി. കാറിന് ലൈസൻസ് ഉണ്ടായിട്ടേ നീ ഓടിക്കുന്നത്. തൃകണോ ആ മുകളിലൊരാൾ നിൽപ്പുണ്ട്. വെടി വെക്കടാ അവനെ. ഞാൻ ആദ്യമായിട്ടാ തോക്ക് യൂസ് ചെയ്യുന്നെങ്കിലും ഞാനൊരു ഷാർപ്പ് ഷൂട്ടർ ആണ്. എവിടുന്നൊക്കെയാണ് വെടിവെപ്പ് വരുന്നത്? മേളിൽ നിന്നും താഴെ നിന്നും എല്ലാം വരുന്നല്ലോ. എടാ ഇനി ആൾക്കാരുണ്ട് കേട്ടോ, വെടിവെച്ചോണേ. ഓഹോ പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ. ഒന്നോ ഇനി ഒരാളും കൂടെ ഉള്ളൂ. വാ പെട്ടെന്ന് വെടിവെച്ചിട്ട് നമുക്ക് കാറിനകത്തുള്ളവന്മാര് നമ്മളെ തിരക്കി വന്നതാണോ? ആണെന്ന് തോന്നുന്നു. എടാ ഒരാളൊന്നും അല്ല, ഒത്തിരി പേരുണ്ട്. വന്ന് പെട്ടുപോവുകയും ചെയ്തല്ലോ. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പെട്ടെന്ന് വാ, അവനെ പിടിക്കാം. ആ ബൈക്കിലുള്ളവൻ നമ്മളെ തപ്പി വന്നതാന്ന് തോന്നുന്നു. പെട്ടെന്ന് പോവാ. പെട്ടെന്ന് ചാടി കിടക്കണേ. ഇത് ഞാൻ ഇറങ്ങുമോ? നീ ഓടി വന്നാ മതി. ഞാൻ ബൈക്കുകാരൻ എസ്കേപ്പ് ആയി. എത്രയും വേഗം പോകണം. നീ വണ്ടി എടുക്ക, ഞാൻ ദേ വന്നു. കേറണാ? കേറി വേഗം വിടാ. അവനെ പിടിക്കണേ. ഇവര് പോയി. നീ നോക്കി വണ്ടി ഓടിക്കണേ. അവനെ ഞാൻ വിടത്തില്ല. അവനെ എങ്ങനെയെങ്കിലും പൂട്ടണം. എടാ നീ പോസ്റ്റിനെയൊക്കെ വെറുതെ വിട്. നീ നേരെ വണ്ടി ഓടിയില്ലേ. വേഗം ഓട്ടെ. അയ്യോ എടാ നീ എന്തുവാടായി കാണിക്കുന്നത്? ഒരുപാട് എത്തിയെന്ന് തോന്നുന്നു. അയ്യോ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നേരെ വണ്ടി ഓടിയില്ലേ. നീ ഓടിപ്പോകുന്ന ഒറ്റ മനുഷ്യനെ വിടത്തില്ല. എന്തിന് പോസ്റ്റ് പോലും നീ വെറുതെ വിടത്തില്ല. അങ്ങോട്ടായിരുന്നല്ലോ, സോറി. ഞാൻ ഇപ്പൊ അവനെ കണ്ടു. എടാ ഞാൻ കയറി ഓടിക്കട്ടെ. വേഗം ചെന്ന് അവനെ പിടിയിട്ടു. അവനെ പിടിച്ച് പൂട്ടിയാലേ ശരിയാകത്തുള്ളൂ. അവനാ ദൃക്സാക്ഷി. നമ്മൾ അത്രയും പേരെ കൊന്നു കണ്ടത് ആകെ സാക്ഷി അവനാ. അവനെ കൊന്നില്ലെങ്കിൽ ശരിയാകത്തില്ല. ഓ എന്റെ പൊന്നേ, എന്റെ തല. ജീവനുണ്ട്, രക്ഷപ്പെട്ടു. അവൻ പോയി. ഊടുവഴിയൊക്കെ കേറിയാ പോയെ. എന്റെ പൊന്നേ, അതുവഴി കൂടെ കാറ് പോവോ? പോകുന്നു അവൻ. പെട്ടെന്നാവട്ടെ. ഊടുവഴിയിലിട്ട് കീച്ചേ രക്ഷപ്പെടും. പെട്ടെന്ന് പോ. ഓ സമയത്തിന് വണ്ടി ഒരു ബൈക്ക് തന്നെ മതിയായിരുന്നു. അവന്റെ കൂടെ കേറി പോവാൻ അതായിരുന്നു നല്ലത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ കൊന്ന് അവന്റെ ബൈക്ക് എടുക്കാം. അവൻ ഒരുപാട് പേരെ കൊന്നിട്ടാ പോയേക്കുന്നത്. നിന്നെക്കാളും ഭേദം എന്തായാലും അവൻ. പോലീസുകാര് കുറെ വരുന്നുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തു. പെട്ടെന്ന് എടുക്ക നീ വണ്ടി. പോലീസുകാര് ചുറ്റും ഉണ്ടല്ലോ. എവിടെ അവൻ? നേരെ അവനെ ഇന്ന് ശരിയാക്കുന്നുണ്ട്. അവൻ ഒറ്റയെടുക്കാൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായത്. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. എവിടെ അവൻ? നേരെ ഫ്രണ്ടില്. നീ സിഗ്നലെല്ലാം തെറ്റിച്ചാ പോന്നെ. ഇടിക്കണ അവനെ, ഇടിച്ചവനെ കൊല്ല്. ഓ മരത്തിനാ കൊണ്ടത്. അയ്യോ
ഞാൻ അവനെ ഇടിക്കാനല്ല പറഞ്ഞത്, മറ്റവനെ ഇടിക്കാനാ പറഞ്ഞത്. പെട്രോൾ തീരാറായെന്ന് തോന്നുന്നു. വണ്ടി കത്തും. ഓ നോ, എനിക്കൊന്നും കാണുന്നില്ലടാ. വണ്ടിക്കകത്തുനിന്ന് പുകയും വെടിയൊക്കെ വരുന്നല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ പൊന്നെ, നമ്മുടെ പുറകിൽ ഒരു പോലീസുകാരനുണ്ട്. പെട്ടെന്ന് എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ലെന്നേ. ഓ, പോലീസ് നല്ലപോലെ ബാക്കിലിട്ട് ഇടിക്കുന്നുണ്ട് വണ്ടിയുടെ. നിന്റെ ഓടിപ്പ് കാരണമാ. പെട്ടെന്ന് ബൈക്ക് എടുത്ത് നീ രക്ഷപ്പെടാം. ഞാൻ കാറും കൊണ്ട് പുറകെ വന്നേക്കാം. ഓക്കെ ഓക്കെ, നീ പെട്ടെന്ന് പോയി കാർ എടുക്ക്, ബൈക്ക് എടുക്ക്. പോലീസ് വരുന്നോ? വരുന്നില്ല, വരുന്നുണ്ട്. നീ കുഴപ്പമില്ല, നീ പെട്ടെന്ന് എടുത്തോ. വേഗം വേഗം. അയ്യോ, പോലീസ് എത്തി. ഫ്രണ്ടിൽ പോലീസ് ഉണ്ട്. ഓ എടാ പെട്ടെന്ന്, എടാ പെട്ടെന്ന് എന്നെയാടാ നീ എന്തുവാടാ കാണിക്കുന്നത്? പെട്ടെന്ന് ചാട്, വാ പെട്ടെന്ന് വണ്ടി എടുക്ക് നീ. എടാ ഒന്ന് സ്പീഡിൽ പോടാ. ഒന്ന് ഞാൻ തന്നെ വണ്ടി എടുക്കണോ? ആ വേഗം വേഗം പോ. അവൻ എസ്കേപ്പ് ആവരുത്. നീ റോഡിൽ നോക്കി വണ്ടി ഓടിക്കുക. നീ എന്തിനാ മറ്റുള്ള വണ്ടികളെ ഇങ്ങനെ ഇടിക്കുന്നത്? അവൻ ഒരുപാട് ദൂരെ പോയി, അവനെ കാണുന്നില്ലല്ലോ. നീ ആ വണ്ടി ഓടിച്ചാലല്ലേ നീങ്ങത്തുള്ളൂ. അയ്യോ, നിന്നോട് ഏത് സമയത്ത് വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞത്? പോലീസുകാരിപ്പൊ വരും. എടാ നീ പാനിക്കാവാതെ നീ റോഡ് നോക്കി വണ്ടി ഓടിയില്ല, മാപ്പ് നോക്കി നീ വണ്ടി ഓടിയില്ലേ. ഓ നോ, ഞാൻ എവിടെ പോയി തപ്പാനാ? എടാ നീ നേരെ പോ, നേരെ പോ, നേരെ പോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ വളരെയധികം ദൂരെയാണ്. ഈ വഴി പോയി നോക്കാം. ഓക്കെ, അവിടെ നിന്ന് നേരെ പോ. ഭാഗ്യം ഈ റോഡിൽ വണ്ടികളൊന്നുമില്ല. അതാ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭാഗ്യം. എന്റെ പൊന്നെ, അതിനും കൂടെ നീ അവിടെ ഞാൻ റോഡുണ്ടെന്ന് കരുതിയാ പറപ്പിച്ചെടുത്തത്. പക്ഷെ ആ മനുഷ്യനെ ഇടിക്കല്ലേ. ഇത്രയും ചെറിയ റോഡാന്ന് ഞാൻ വിചാരിച്ചില്ല. കാറ് പോത്തില്ല, ആളുകൾ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നെ, നീ എന്നാടാ ഈ കാണിക്കുന്നേ? ഷോർട്ട് കട്ടാ, വേറെ വഴിയില്ല. അവന്റെ അടുത്ത് എത്തണം. കുഴപ്പമില്ല, പക്ഷെ നീ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട് കേട്ടോ. എടാ എന്നോട് ക്ഷമിക്കടാ, ഞാൻ എന്ത് ചെയ്യാനാടാ? അവന്റെ അടുത്ത് എത്താൻ എനിക്ക് വേറെ വഴിയില്ല. എടാ വണ്ടി എന്റെ പേരിൽ. അവനാണ് ഏക ദൃസാക്ഷി. നമ്മൾ ആ കൊന്ന കൊലകൾക്കെല്ലാം ദൃസാക്ഷി അവൻ മാത്രമാ. അവനെ തീർക്കണം. അവനെ തീർക്കാൻ നമുക്ക് സമാധാനം കിട്ടില്ല. വേഗം പോകാം. തൊണ്ട് ഫ്രണ്ടിലുണ്ട്. ഇനി വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. അവനെ ആരിക്കാവാതെ വണ്ടി ഓടിക്കേ. അവനെ കൊല്ലണം. എന്ത് ചെയ്യാൻ? അതുകൊണ്ട് നേരെ ഫ്രണ്ടിലുണ്ടടാ. നീ പെട്ടെന്ന് പോ. ഓ എന്റെ പൊന്നെ, നീ എന്നാടാ കാണിക്കുന്നേ? വണ്ടി നീ കത്തിക്കോടാ. വണ്ടിയുടെ എല്ലാം പോയി, പഞ്ചറായി. ഓ കണ്ണ് കാണുന്നില്ലല്ലോ, പുക വരുന്നല്ലോടാ. പുക മാത്രമേ ഉള്ളൂ. വണ്ടിയൊക്കെ കത്തുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി എങ്ങും കൊണ്ട് ഇടിക്കല്ലേ നീ? അയ്യോ, പോലീസ് നേരെ ഫ്രണ്ടിലുണ്ടല്ലോ. എന്റെ പൊന്നെ, അവിടെ ഇട്ടവനെ കേച്ച് ഉറപ്പാ പോലീസ് നിന്നെ പിടിക്കും. നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാം, കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാം. അവനെ കാണുന്നില്ലല്ലോ. എന്റെ പൊന്നെ, സിഗ്നലിൽ നിർത്തിയിട്ടുണ്ടോ പോലീസിനെ? കുഴപ്പമില്ല, നീ ടെൻഷൻ ആവാതെ. അവരെവിടെ? നീ ഫ്രണ്ടിലുണ്ട്. നീ വളച്ചെടുത്തോ. ഓ, പോലീസ് പിന്നാലെ ഉണ്ട്. വെറുതെ കിടന്ന പോലീസിനെ അങ്ങോട്ട് പോയി ഇടിച്ച് അടി മേടിച്ചു. ഇപ്പൊ എല്ലായിടത്തുനിന്നും പോലീസ് വരുന്നു. ഓ, അവനെ കൊല്ലുന്നതിനിപ്പുറം നമ്മളെ കാറ് കത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഓക്കെ, അദ്ദേഹം നേരെ ഫ്രണ്ടിലുണ്ട്. പെട്ടെന്നാവട്ടെ, നമുക്ക് അവനെ കീച്ചാം. ഒരു കാര്യം ചെയ്യേ, നീ അവനെ വീണു. പെട്ടെന്ന് ഓക്കെ, ഈ വണ്ടി എടുത്തോ. കുഴപ്പമില്ല, ഞാൻ ഈ ബൈക്ക് വിട്ടോളാം. ഞാൻ നിന്റെ പുറകെ വന്നേക്കാം. നീ ശരിയെത്താ. വേഗമാട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ പോലീസുകാർ എന്നെ കൂട്ടും. ഞാൻ നിന്റെ പുറകിലുണ്ട് കേട്ടോ, നീ പേടിക്കണ്ട. ഫ്രണ്ടിലെല്ലാം പോലീസുകാർ ബ്ലോക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഏതെങ്കിലും വഴി രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. നീ നേരെ റോഡ് നോക്കി വണ്ടി ഓടിക്കണം. എങ്ങും പോയി അടുത്ത വള്ളി നീ ഒപ്പിക്കല്ലേ. ഞാനിപ്പോ എത്തും. ഓക്കെ, രക്ഷപ്പെട്ടു. ഇല്ലില്ല, നമ്മുടെ പുറകെ പോലീസ് ഉണ്ട്. എന്റെ പൊന്നേ, അയ്യോ ഒന്ന് അനങ്ങി നടന്നെടുക്ക്. ഞാൻ നിന്നെ പാസ് ചെയ്ത് പോയി. ഓക്കെ, ഞാൻ നിനക്ക് മാപ്പ് അയച്ചിട്ടുണ്ട്. അത് നോക്കി നീ പെട്ടെന്ന് വരണേ. പോലീസ് എല്ലാം പോയെന്ന് തോന്നുന്നു. ഞാൻ ക്ലിയർ ആയിട്ട് മാപ്പ് നോക്കി വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഇനി നീ എന്നെ പാനിക് ആക്കില്ല, ഞാൻ അങ്ങ് എത്തിയേക്കാം. ഓക്കെ, നീ വാ. പോലീസായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. നീ ഇനി ആരെ ഇടിക്കല്ലേ, നേരെ പതുക്കെ വന്നാ മതി. സമയമുണ്ട്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാം ഇവിടെ. ഞാൻ അങ്ങ് എത്തിയേക്കാം.
ഓക്കെ ഓക്കെ. നീ സേഫ് ആണല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ? വണ്ടിക്കെല്ലാം പ്രശ്നം തന്നെ അല്ലേ. ഒരു കണക്കിന് ഞാൻ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഓ, നീ ഇങ്ങ് എത്തിയായിരുന്നു. ഞാൻ നിന്നെക്കാട്ടി മുന്നേ എത്തി, അതല്ലേ നിനക്ക് ഞാൻ മാപ്പ് അയച്ചു തന്നത്. വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോളാ? നീ ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ ഓക്കെ ആണ്. നിനക്ക് എത്ര വഴി കൊണ്ടടാ? പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവന്മാര് നമ്മളെ ഇനി ട്രാപ്പ് ചെയ്യാൻ എല്ലാ വഴികളും ഉണ്ട്. നീ പേടിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ടൈം നീ വണ്ടി ഓടിച്ചു. ഓക്കെ, ഞാൻ എടുത്തു, നീ പുറകെ വന്നാ മതി. ബൈക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. കാറ് നിന്നെ കൊണ്ട് പറ്റുമല്ലോ. എന്റെ കാറാ, നശിപ്പിക്കല്ലേ നീ. ഓക്കെ, എന്നാ ഇനി വീട്ടിൽ പോയേക്കാം. അമ്മച്ചി ഒന്ന് കണ്ടേക്കാം. എല്ലാം വെച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യാം. വിശന്നിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇവന്മാരെ കിട്ടി രണ്ട് പൊട്ടിച്ചിട്ട് പോയാലോ. കുറെ ദിവസമായി ഇവന്മാര്. അവളെന്തോ കാണിക്കുന്ന? അവള് സോംബി വല്ലോ ആണോ? ഇവിടെ കണ്ടാലേ അറിയാം ഒരു സോംബിയുടെ ലുക്കുണ്ട്. എന്തോ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മുടി കണ്ടോ? ഞാൻ സുന്ദരിയാണോ? നീ സുന്ദരിയായാലും എനിക്കെന്തോ? നീ പിന്നെന്തിനാ എന്റെ അടുത്തോട്ട് വന്നത്? ഇവിടെ ഒരുത്തി വയ്യാതെ നിൽക്കുന്നാണ്ടോണ്ട് സഹായിക്കാൻ വന്നതാ. ഞാൻ വയ്യാതെ നിൽക്കുമെന്ന് നിന്റെ അടുത്ത് പറഞ്ഞോ? ഞാനിവിടെ പാട്ട് കേട്ട് ഇത് ഭ്രാന്ത് പിടിച്ചതാണല്ലോ. നീ എന്തിനാണ് ചുമ്മാ എന്നെ ചൊറിയാൻ വരുന്നത്? ഞാൻ പോവാ. നീ പോടാ, എന്തേലും കാണിക്കും. വീട്ടിൽ പോവാ. അമ്മച്ചി എന്തോടുക്കുന്ന നോക്കാം. എടാ ഞാനും വരുന്നു. എന്റെ കൂടെ കയറുന്നത്? നീ പോകരുത്, ഞാനും വരുന്നു. എന്നെ ചൊറിയാൻ നിൽക്കരുത്. വണ്ടിയിൽ ഇരിക്കാതെ മിണ്ടാതിരുന്നോണം. ഓ, നീ നല്ല പ്രോ ഡ്രൈവറാന്ന് തോന്നല്ലോടാ. അതിപ്പോ നിനക്ക് മനസ്സിലാവും ഒരു 5 മിനിറ്റിനുള്ളില്. ഓ, നീ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. എന്തുവാ നീ കാണിക്കുന്നത്? അതങ്ങനെ പ്രോ ഡ്രൈവേഴ്സ് ഇങ്ങനെ ആണോ? ഓക്കെ, സ്ഥലം എത്തി, ഇറങ്ങിക്കോ. നീ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടിറക്കുന്നത്? ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം. നിനക്ക് പാർക്ക് ചെയ്യാനും അറിയത്തില്ലയോ? എനിക്ക് ഇത്രയൊക്കെ അറിയും. ഓ, ഓക്കെ ഓക്കെ, ഞാനും ഇറങ്ങിയേക്കാം. നീ എന്തേലും ചെയ്. ഞാൻ എന്തായാലും ഈ ട്രക്ക് എടുക്കാൻ പോവാ. നിന്നെക്കാട്ടി മുന്നേ ഞാൻ കേറും. ഓ, ഇതെന്നെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ. പുറകെ കൂടിയതാന്ന് തോന്നുന്നു. ചുമ്മാ നിന്ന് എന്നെ നീ വന്നല്ലേ വിളിച്ചത്. എന്നാ ശരി, മിണ്ടാതിരുന്നോണം വണ്ടിക്കകത്ത്. ട്രക്കൊക്കെ ഓടിക്കാൻ അറിയാമോ? എനിക്ക് ട്രക്കിന്റെ ലൈസൻസ് ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? എന്റെ കയ്യിൽ കാശില്ല. നമുക്ക് പോകുന്ന വഴിക്ക് ട്രക്ക് വിറ്റിട്ട് വല്ലതും വാങ്ങിച്ചാലോ? അപ്പൊ നീ നടന്നു പോവോ? നീ ഒപ്പം ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. ഓ, എനിക്കിനി ഒരു ഇതുകൂടെ എടുത്ത് തലയിൽ ചുമക്കാൻ വയ്യ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? താല്പര്യമില്ല. നിനക്ക് ഫാമിലി ഉണ്ടോ? ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അരപ്പട്ടായിട്ടുള്ളൊരു തള്ളയുണ്ട്, പിന്നെ മുഴുവട്ടായിട്ടുള്ളൊരു ഫ്രണ്ടും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത്രയും പേരേ ഉള്ളൂ. എല്ലാം വട്ടുപിടിച്ചതുങ്ങളാ കൂടെ ഉള്ളത്. പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി ലെവല്. അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ നിന്റെ കൂടെ കൂട്ടട്ടെ? താല്പര്യമില്ല. എടാ, നീ ഉള്ള സിഗ്നൽ പോസ്റ്റും അതേപോലെ ഇടിച്ചാണല്ലോ പോകുന്നത്. എനിക്ക് സിഗ്നൽ പോസ്റ്റ് പണ്ടേ ഇഷ്ടമല്ല. എവിടെ കണ്ടാലും ഞാൻ ഇടിച്ചിടും. അതാ എന്റെ ഒരു നേച്ചർ. ഓക്കേ, ഇവിടെ പറഞ്ഞു. എന്നാലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നീ നല്ലപോലെ വണ്ടി ഓടിക്കുന്നു. ആ വണ്ടി ടോ ചെയ്തോണ്ട് പോവാ. അയ്യോ, പോലീസുകാർ വരുന്നു. സിഗ്നൽ പോസ്റ്റ് ഇടിച്ചിട്ടേനായിരിക്കും. എടാ, എന്തിനാടാ നീ ആ വണ്ടി എടുക്കാൻ നോക്കുന്നത്? ആ വണ്ടി എനിക്ക് വേണം. ഇനിയിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പോലീസുകാർ വരുന്നുണ്ട്. എസ്കേപ്പ് ആയേ പറ്റത്തുള്ളൂ. അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ പേടിക്കുന്നത്? നീ വണ്ടിയിൽ ഇരിക്കുവല്ലേ. വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു മറിഞ്ഞ് ചാവുവാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. ആ, ഓക്കെ ഓക്കെ, നീ ഉള്ളപ്പോ എനിക്ക് ധൈര്യമാണ്. രാത്രിയാവുന്നു. ഇരുട്ട് വീട്ടിൽ കയറിയ നിന്റെ അമ്മച്ചി നിന്നെ വഴക്ക് പറയാറുണ്ടോ? അവരവിടെ പലതും പറയും. എനിക്കെന്റെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റും. ഓ, അപ്പൊ നിന്റെ ജോലി ഇതാണോ? അതെ. പോവാ, സിഗ്നൽ പോസ്റ്റ് ഇടിച്ചിടുക, വണ്ടി ഇടിക്കുക, ഇതാണ് നിന്റെ ജോലി? അതെ. പോലീസ് വരുന്നുണ്ടല്ലോ, വേറെ വഴി ചൂസ് ചെയ്യാം. ട്രക്ക് കാരണം അങ്ങോട്ട് സ്പീഡ് എടുക്കാനും പറ്റുന്നില്ല. കാറായിരുന്നു ഇപ്പൊ ഞാൻ പറപ്പിച്ചേനെ. മനസ്സിലായി എനിക്കത്. ഇനിയിപ്പോ വേറെ വഴി നോക്കാം. കുറച്ച് കിലോമീറ്റർ കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. ഇതിനകത്ത് പെട്രോൾ ഉണ്ടോ? പെട്രോളൊക്കെ ഇന്നലെ അടിച്ചതാ. അതിന് നീ റോഡിൽ നിർത്ത വണ്ടിയിൽ നീ പെട്രോൾ ഇന്നലെ അടിച്ചോ?
ആ ഇന്നലെ അടിച്ചിട്ട് ഞാൻ കൊണ്ട് പാർക്ക് ചെയ്തിരുന്ന. ആ ഓക്കെ ഓക്കെ. എന്റെ പൊന്നെ, നീ എന്ത് പാടായി കാണിക്കുന്നത്? സിഗ്നൽ പോസ്റ്റ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അതാ പ്രശ്നം. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പോലീസുകാർ പിന്നാലെ ഉണ്ടല്ലോ. ഓ, നീ അതുകൊണ്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? അതെ, 4 വഴിക്കും ഉണ്ടല്ലോ. ഇവന്മാർ എന്നെ ബ്ലോക്ക് ചെയ്തേക്കുവാന്ന് തോന്നുന്നു. ഏത് വഴി പോയാലും അവരുടെ ഫ്രണ്ടിൽ തന്നെ ചെല്ലുമല്ലോ. അവിടെ മൊത്തം പോലീസ് വണ്ടിയാ. ഞാൻ കറങ്ങി തിരിഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തിയോ? എന്റെ പൊന്നെ, എന്നെ ഇവിടെ കാണാൻ ഇറക്കി വിട്ടോ? എനിക്ക് പേടിയാ കേട്ടോ. നിനക്ക് പോണെങ്കിൽ ഞാൻ സൈഡിലോട്ട് നിർത്തി തരാം, ഇറങ്ങിക്കോ. പക്ഷെ എനിക്ക് ചേട്ടനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ഇതില് മാറണമല്ലോ. എന്നെയാണോ പറഞ്ഞത്? കേട്ടിട്ട് എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ കൂടെ കൂടിയത്. ഓ, പോലീസുകാരെയും സഹിക്കണം, ഇതിനെയും സഹിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. വേറെ വഴിയെല്ലാം ഉണ്ടോന്ന് നോക്കാം. ഇവന്മാര് പുറകിൽ നിന്ന് പോകുന്ന ലക്ഷണമില്ലല്ലോ. എന്റെ ലൈഫിൽ ഇതേപോലെ വണ്ടി ഓടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ലതായിട്ടാ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. താങ്ക് യു. ഇതെന്താ ഈ വണ്ടി കൂടി കേറാത്തെ? എന്റെ പൊന്നെ, എന്തുവായി കാണിക്കുന്നത്? എന്നെ പൊക്കി തള്ളിയിട്ട് കൊല്ലം കൊണ്ടുപോവാണോ? എന്റെ പൊന്നെ ഏട്ടാ, മാറി നിൽക്കേ. ലെവലില്ലാത്തടുത്താണ് വണ്ടി ഓടിക്കുന്നേ. ഇതുവഴി കൂടെ പോയാലോ? വേണ്ട, പോലീസുകാർ പോയെന്ന് തോന്നുന്നു. വാവ്, നല്ല റോഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഈ വഴി എടുത്ത് പോവാം. ഈ വഴിയാ ഷോർട്ട് കട്ട് കാണിക്കുന്നത്. ചേട്ടാ, വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാം നമുക്ക്? ഇപ്പൊ എനിക്ക് വിശേഷം പറയാൻ സമയമില്ല. പോലീസുകാരെ വെട്ടിച്ച് എനിക്ക് എത്രയും വേഗം അവിടെ എത്തണം. പോലീസുകാരൊന്നും ഓടില്ല, ഇനി ചേട്ടൻ നോക്കി വണ്ടി ഓടിച്ചാൽ മതി. സിഗ്നൽ വീണ് കിടക്കും. ഇവൻ എന്നാ ചെയ്യുക? വണ്ടി എടുക്കത്തുമില്ല, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാം. ദാ റെഡ് സിഗ്നലായി. ഞാൻ സാധാരണ സിഗ്നൽ ഒന്നും ശ്രദ്ധിക്കാറില്ല, പോസ്റ്റേ ശ്രദ്ധിക്കാറില്ല, പിന്നെ എങ്ങനെ സിഗ്നൽ ശ്രദ്ധിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് സിഗ്നൽ പോസ്റ്റുകൾ പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എല്ലാം ഇടിച്ചു തെറിപ്പിച്ചു പോകുന്നത്. ഓക്കെ, അല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എല്ലാരും വിചാരിക്കും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടാ. ചേട്ടന് ലൈസൻസ് കിട്ടിയിട്ട് എത്ര നാളായി? ഒരാഴ്ച മുന്നേ എനിക്ക് കിട്ടിയത് ലൈസൻസ്. ഒരാഴ്ച മുന്നേ ലൈസൻസ് കിട്ടിയാൽ ഇത്ര വൃത്തിക്ക് വണ്ടി ഓടിക്കുന്നു? ആ, അതങ്ങനെ. ഒരാഴ്ച മുന്നേ ലൈസൻസ് കിട്ടിയെങ്കിലും 3 വണ്ടി ഞാൻ തകർത്തു ഇതിന്റെ ഇടയ്ക്ക്. അത് ആരുടെയൊക്കെ 3 വണ്ടി? സ്വന്തം വണ്ടിയാണോ കൂട്ടുകാരന്റെ വണ്ടിയാണോ? ഒന്ന് കൂട്ടുകാരന്റെ വണ്ടി, ഒന്ന് കൂട്ടുകാരന്റെ അച്ഛൻ കൂട്ടുകാരന് കൊടുത്ത വണ്ടി, പിന്നെ ഏതോ ഒരു തന്റെ വണ്ടി, റോഡിൽ കിടന്നൊരു വണ്ടി. ഇത്രയൊക്കെ അറിഞ്ഞാൽ പോലെ നിനക്ക്? മതി മതി. ആ കൂട്ടുകാരൻ ജീവനോടുണ്ടോ ഇപ്പൊ? ഉണ്ട്. എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ. തരാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരും. അവൻ മുഴുവട്ട്, നീ അരവട്ട്. നീ പോസ്റ്റ് എല്ലാം വെറുതെ വിട്ടേക്കണേ. ഒപ്പ അറിഞ്ഞ് തീർന്നില്ല, നീ ഇടിച്ചല്ലോടാ. അയ്യോ, വണ്ടിയുടെ സന്തോഷമല്ലോ ഇളകി പോയല്ലോ. ഇത്ര നേരം പൊന്നു പോലെ കൊണ്ടു നടന്ന വണ്ടിയാ. കറക്റ്റായിട്ട് അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ചേട്ടാ, ഒരു ട്രെയിൻ പോകുന്നു. നമുക്ക് ട്രെയിൻ ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുന്നത്. മാപ്പ് കണ്ടില്ലേ? എങ്ങോട്ട് പോവാ? എനിക്കൊരു വണ്ടി ടോ ചെയ്യാനുണ്ട്, അതെടുക്കാൻ പോവാ. ആരുടെ വണ്ടി അത്? അതെന്റെ ഒരു ഫ്രണ്ടിന്റെ. എന്തെല്ലാം കാര്യങ്ങൾ അറിയണം. എന്തായാലും ചേട്ടന്റെ മിണ്ടാതെ വണ്ടി ഇരുന്നാ പോരെ? ചേട്ടന്റെ കൂടെ വരുമല്ലയോ? അതെല്ലാം കണ്ടറിഞ്ഞാ മതി. ഉഷൻ ജോലി, എനിക്ക് വേഗം എത്തണം അവിടെ. സമയത്തിന് പോവാം, സമയത്തിനുള്ളിൽ അവിടെ എത്തണം. ആണോ? ഓക്കെ ഓക്കെ. എനിക്ക് വിശക്കുന്നുണ്ട് ചേട്ടാ, എന്തെങ്കിലും ഒന്ന് മേടിച്ചു തരാമോ? ഇപ്പൊ ഒന്നിനും പറ്റത്തില്ല, എനിക്ക് ആ വണ്ടി എടുക്കാതെ പറ്റത്തില്ല. എന്നാ ഓക്കെ, ബാ, നമുക്ക് ആദ്യം പോയി വണ്ടി എടുക്കാം. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ വഴി അറിയും. ഓ, ചേട്ടൻ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അത് നിനക്ക് വഴിയെ മനസ്സിലാവും. അതെന്താ എന്റെ വണ്ടി ഓടിപ്പ് എങ്ങനെയാന്ന് ഇപ്പൊ കണ്ടോ നീ? ലൈസൻസ് കിട്ടിയിട്ട് എത്ര നാളായി? ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരാഴ്ചയായ ആളാണോ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്? അതെ. ഓ, ഈ ഒരാഴ്ചക്കിടയിൽ ഞാൻ 3 വണ്ടിയാണ് തകർത്തത്. ഓ, ചേട്ടന് 3 വണ്ടി ഉണ്ടോ? എന്റെ അല്ല, പിന്നെ ഒന്നെന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ, പിന്നെ ഏതോ ഒരു തന്റെ. എന്റെ പൊന്നെ, ആ സുഹൃത്ത് ഇപ്പൊ ജീവനോടുണ്ടോ? ഉണ്ട്, അവനെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി എനിക്ക് ടോ ചെയ്യേണ്ടത്. ആ ഓക്കെ. ആ വണ്ടി എല്ലാം തകർന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ ടോ ചെയ്യുന്നത്. എന്നിട്ട് എവിടെ കൊണ്ടുപോകാൻ പോന്നു? ഗ്യാരേജില്. ഞാൻ ഗ്യാരേജിൽ വണ്ടി എടുത്തു ഇങ്ങനെ ടോ ചെയ്തോണ്ട് പോകുന്ന ആള്.
ചേട്ടന്റെ ജോലി ഇതാണോ? അതെ. ഓക്കെ ഓക്കെ. ഇനി ഈ വണ്ടി കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുക, അവര് പറയുന്ന സ്ഥലത്ത്. അതാ എന്റെ ജോലി. കറക്റ്റായിട്ട് അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? സാധാരണ അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് എത്താറില്ല, അതുകൊണ്ടാ. പിന്നെ തന്നെ ചേട്ടനെ ഈ ജോലി ഏൽപ്പിച്ചത്? ഞാൻ എംപ്ലോയി ഓഫ് ദ മന്താ, അതുകൊണ്ട്. ഓ, ചേട്ടനാണോ എംപ്ലോയി ഓഫ് ദ മന്ത്? അപ്പൊ ട്രീറ്റ് ചെയ്യണം. ബാ, പോകുന്ന വഴിക്ക് നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോവാം. എംപ്ലോയി ഓഫ് ദ മന്ത് എന്തിനായെന്നറിയോ? ഏറ്റവും കൂടുതൽ വണ്ടി തല്ലി പൊളിച്ച് കൊണ്ട് ചെല്ലുന്നതിന്. അങ്ങനെ എംപ്ലോയി ഓഫ് ദ മന്ത് ആക്കുവോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെന്നാ ബോസ് പറഞ്ഞു. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നുമല്ല. പിന്നെ അയാളുടെ ഒരു വാശിക്ക് വേണ്ടിട്ട് ഞാനങ്ങ് നിന്നു കൊടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ആ ചേട്ടൻ ആ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ജോലി ചെയ്യാതെ കാശ് കിട്ടത്തില്ലല്ലോ. ഓ, എങ്ങനെയാ ശമ്പളം കിട്ടുന്നത്? ഇപ്പൊ കാണിച്ചു തരാം, എന്റെ ബോസിനോട് ചോദിച്ചാൽ മതി. ഓക്കെ. ഓ, ഈ വഴിയല്ലോ കാണിക്കുക. ആ, ഈ വഴിയാ കയറേണ്ടത്. ഈ ഗേറ്റ് വഴിയാ കയറേണ്ടത്. ചേട്ടൻ അതുപോലും അറിയത്തില്ല? നീ അല്ലല്ലോ പറഞ്ഞത്, ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. നീ വഴി മാറി രണ്ട് സൈഡിൽ ഡോറുണ്ട്. അല്ല, ആദ്യം അവിടെ കൊണ്ട് കയറ്റി, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ എത്തി. സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല. ഇനി വേഗം ഇറങ്ങാം. ഞാൻ ഇറങ്ങണോ? എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. ഇല്ലില്ല, ഞാനും വരുന്നു. നമുക്ക് പോയി വല്ലതും കഴിക്കാം. ശനാ, എനിക്ക് വിശക്കുന്നു, ഞാനിനി വരുന്നില്ല. എനിക്ക് പോണം. ടാറ്റ, ബൈ ബൈ, സീ യു. മാരണം, തലേന്ന് ഒഴിഞ്ഞു. ഓ, റെയിൽവേ ട്രാക്കിലെ പോസ്റ്റർ എല്ലാം ഇടിച്ചിട്ടു. ഇതെന്താ ഞാൻ റെയിൽവേ ട്രാക്കിൽ കൂടെ കയറിപ്പോന്ന? വയ്യോ, വഴി തെറ്റി. ഈ ട്രാക്കിൽ എങ്ങനെ ഇറങ്ങും? ആ, ഇറങ്ങി. വീട്ടിൽ പോയി അമ്മച്ചിയെ കണ്ടാലേ എനിക്ക് സമാധാനം വരും. എങ്ങനെ പോയാലും എൻ്റെ അമ്മച്ചി തന്നെയല്ലേ. വേഗം എത്താം. വീടത്രയായി, സമാധാനമായി. ഓ, പോസ്റ്റൊക്കെ ഇടിച്ചിറക്കി. അയ്യോ, വണ്ടിയുടെ സന്തോഷമെല്ലാം ഇളകി പോയല്ലോ. ഇത്ര നേരം പൊന്നു പോലെ കൊണ്ടു നടന്ന വണ്ടിയാ. ആ, നാളെ ഇനി പണിയാൻ കൊണ്ട് കൊടുക്കാം. സമാധാനമായി. ഇനി മറ്റവന്റെ വായിരിക്കുന്നത് കേൾക്കണമല്ലോ. ഓ, ഇത്ര പെടുത്ത നേരം വെളുത്തോ? എന്നാ ഓടാൻ പോവാ. ഇവര് പോയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഒരു ചാന്ത് പിടിച്ച തള്ളയാ. ഇതിലെന്തോ ഈ കുണൂണാന്ന് പറയുന്നേ? എനിക്കറിയാൻ പാടില്ല. ഓടാൻ വന്നു കഴിഞ്ഞാൽ ഓടാൻ പോയിക്കൂടെ? ഞാനകത്ത് കയറുക. പണ്ടാരങ്ങൾ പോയല്ലോ. ഓ, ഇവൻ ഇവിടെ വന്നോ വീണ്ടും? ഇവന്റെ എന്തുകൊണ്ടാണ് അവരോട് പറഞ്ഞിട്ട് പോയത്? എനിക്കറിയത്തില്ല, രാവിലെ രണ്ടും കൂടെ ഓടാൻ പോയതാ. ആരാടാ കൂടുള്ള പെണ്ണ? ഏതാടാ സുന്ദരി? അറിയത്തില്ല, അവരുടെ കൂട്ടുകാരെല്ലായിരിക്കും. ആ, ഓക്കെ ഓക്കെ. നീ ഇന്നലെ എവിടെ പോയിരുന്നു? ഞാനൊരു പെണ്ണിന് വണ്ടി എടുത്തു കൊടുക്കാനായിട്ട് പോയതാ. ഏത് പെണ്ണിന്? നീ എന്നെ വിളിക്കാൻ എന്താ? ആ, അതൊരു വട്ട് കേസാ. നീ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട, നീ വിളിച്ചില്ലല്ലോ, ഞാൻ പോവാ. ആ, ശരി, വാ. അടുത്തെന്തെങ്കിലും പണി കാണും, നോക്കാം. വാ, നീ എന്റെ ഒപ്പം വാ. കാർ ബഹുമാനിക്കാൻ കേട്ടോ, എംപ്ലോയി ഓഫ് ദ മന്താ ഞാൻ. നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. എന്റെ കാറ് നശിപ്പിച്ചിട്ടില്ല നീ എംപ്ലോയി ഓഫ് ദ മന്ത് ആയത്. നീ അതിനെ പറ്റി പറഞ്ഞ പട്ടി കൊണ്ട് കളിപ്പിച്ചു കളയും. കളിയാ, ദേഷ്യപ്പെടാതെ. എന്നെ നീ ടെൻഷൻ ആക്കല്ലേ രാവിലെ തന്നെ. നീ ഇന്നലെ ഒരു പെണ്ണിന്റെ കൂടെ പോയിട്ട് എന്നെ വിളിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എന്നെ പരിചയപ്പെടുത്താൻ. ആ, നീ നല്ലതായിട്ടായിരിക്കും പരിചയപ്പെടുത്തിയേക്കുന്നത്. ആ, ഈ വണ്ടി എടുക്കാം. ആരുടെ വണ്ടിയാടാ? ഉള്ള വണ്ടിയാ. ആ, ബോസിന്റെ പുതിയ എന്തെങ്കിലും പണിയായിരിക്കും. ആ, ഓക്കെ. ഞാൻ ഫുള്ളും ചുറ്റി നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്റെ പട്ടിയെ ഞാൻ ബാക്കിൽ കയറ്റാം. ഓക്കെ. അത് കടിക്കത്തൊന്നുമില്ല. ഇല്ല, നീ നിൽക്കും, ഞാൻ കയറട്ടെ. ശരി, കയറിക്കോ. വണ്ടി ഓടിക്കാൻ പഠിച്ചോടാ നീ? ഇപ്പൊ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുണ്ട്. നേരെ വണ്ടി ഓടിക്കണേ. നമ്മളിപ്പോ വയനാട്ടിലോട്ടാ പോകുന്നത്. നേരെ പോ. നീ മാപ്പിട്ടിട്ടില്ലേ? ഓക്കെ, ശരി. നീ പോസ്റ്റ് എല്ലാം വെറുതെ വിട്ടേക്കണേ. ഉപ്പാറ നീ തീർന്നില്ല, നീ ഇടിച്ചല്ലോടാ. നിന്റെ നാക്കെടുത്ത് നീ മിണ്ടാതിരിക്കാവൂ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ലൈസൻസ് തന്നാൽ എന്റെ കയ്യെ കിട്ടിയുണ്ടല്ലോ. നീ മിണ്ടാണ്ടിരി. ഇതുവരെ എന്റെ വണ്ടി ശരിയായി കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അത് 5-6 ദിവസം കഴിയുമ്പോ ശരിയാക്കി കിട്ടും. അയ്യോ, ട്രക്ക്. എന്റെ അമ്മോ, വണ്ടിയെല്ലാം വെട്ടിച്ചു പോകുന്ന പാട് എനിക്കേ അറിയത്തുള്ളൂ. എല്ലാരും ഇങ്ങനെ തന്നെയാണോ വണ്ടി ഓടിക്കുന്നത്? അല്ല, ഞാൻ വെറൈറ്റിയാണ്. ബാധകമല്ല. പോലീസുകാർ എന്നെ പിടിച്ച് അകത്തിടുമ്പോ നീ പഠിക്കും.
എനിക്ക് പെട്ടെന്ന് എത്തണം എന്നേ ഉള്ളൂ. ഞാൻ വേറെ ആരെയും നോക്കാൻ നിൽക്കാറില്ല. നിന്റെ കൂടെ വരാനേ എനിക്കിപ്പോ പേടിയാ. എന്നെ പോലെ ഒരു സുഹൃത്ത് ഉള്ളത് നിനക്ക് അഭിമാനിക്കേണ്ട കാര്യമാണ്. എപ്പോഴാ വള്ളി ഓടിച്ചു തരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് നിന്റെ വണ്ടി അല്ലല്ലോ. എല്ലാവരുടെ വണ്ടിയിലും ഓടിക്കാമല്ലോ. ഓടിച്ചോ. ഓ, എന്ത് പറ്റിയാലും എന്റെ പട്ടിക്കൊന്നും പറ്റാതിരുന്നാ മതി. അവൻ പുറകെ ഇരിക്കില്ല, അവന് കുഴപ്പമൊന്നും വരത്തില്ല. ഇത് തന്നെ നീ എല്ലാ വണ്ടി എടുക്കുമ്പോഴും പറയുന്നത്. ഓ, എനിക്കെങ്ങനെയെങ്കിലും അവിടെ എത്തിയാ മതി. ഇതെന്താ നീ ഒന്ന്. ഞാൻ ചവിട്ടി വിട്ട ഈ പുറകെ ഫ്രണ്ടിൽ പോകുന്നവരെല്ലാരും പടവാവും. ഓ എന്റെ പൊന്നെ വേണ്ട, നീ പതുക്കെ അങ്ങ് ഓടിച്ചാ മതി. ചേട്ടാ, ഈ റോഡ് ഫുള്ള് ട്രക്കാണല്ലോ. ഇത് ട്രക്ക് റൂട്ടാ? ഓ എന്റെ പൊന്നെ, ആ പെണ്ണിനെ എന്തിനാണ് നീ ഇടിച്ചിട്ടത്? അവളെന്തിനാ എന്റെ വഴി കയറി വന്നത്? എനിക്ക് ഇഷ്ടമല്ല അങ്ങനൊന്നും വരുന്നത്. നീ അപ്പൊ ഞാൻ ഇടിച്ചിട്ട്. എന്റെ പൊന്നെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഓ ദാണ്ട നിക്കുന്നു. ഇതേതാണോ ഈ പ്രാന്തന്മാര്? എടാ കൂടുതൽ പെണ്ണുണ്ടടാ. എനിക്ക് പെണ്ണുങ്ങളെ മാത്രമേ കാണത്തുള്ളൂ. മുഖത്ത് മാസ്ക് കേട്ടാ. എന്തുവാണ് അവര് പറയുന്നത്? രണ്ടിനും കീച്ചിയാലോ? ഓടാ, കീച്ചിട്ട് ആ വണ്ടി എടുത്താലോ? വണ്ടി ആ കളറ് കണ്ടോ? എടാ ബൈക്ക് എടുക്കാം നമുക്ക്. അവന്മാരെന്തോ ഈ പറയുന്നേ? എനിക്ക് ആ ബൈക്ക് വേണം. നീ മര്യാദയ്ക്ക് ആ ബൈക്കിൽ നിന്ന് ഇറങ്ങും. കൂടുതൽ സംസാരമൊന്നും വേണ്ട, നമുക്ക് മരം കീച്ചാം. അതെ, വെടി വെക്കാൻ പോകുന്നത്. വെടി വെക്കുക. വെടി വെക്കണ ഡയലോഗ് അടിക്കുന്നു. ഇറങ്ങണ ബൈക്കിന്ന്. ഓടി വണ്ടി കയറാം. നമുക്ക് ആ വണ്ടി വേണം. എടാ ഞാൻ എടുക്കുന്നോ നീ എടുക്കുന്നോ? ഞാൻ എടുത്തോളാം. ഓക്കെ ഓക്കെ, നീ പെട്ടെന്ന് വണ്ടി ഓടിക്കണേ. ഓക്കെ. എന്റെ മോന്റെ ഡോർ അടയിട്ടില്ല, പെട്ടെന്ന് അടയ്ക്കാൻ. ആ പട്ടിയോട് കുറയ്ക്കാതിരിക്കാൻ പറ, എനിക്ക് തല വെതിക്കുന്നു. എന്റെ പട്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ. വേറെ എന്ത് ഞാൻ സഹിക്കും. വേഗം പോവാൻ. അവനുണ്ട് ഫ്രണ്ടില്. ആ ബൈക്ക് കിട്ടാതെ ഇനി സമാധാനം വരത്തില്ല. എനിക്ക് ഓർഡറൊക്കെ ഇഷ്ടപ്പെട്ട ബൈക്ക്. അതെ, നല്ല ചുമന്ന നല്ല ബൈക്ക്. യെസ്.